ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. കാരണം എനിക്കുമുണ്ട് ഒരുപാട് കൂട്ടുകാർ നമുക്ക് ഇല്ലാത്ത തൊഴിലവസരങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നമുക്ക് ലഭിക്കാതെ പോകുന്ന തൊഴിലവസരങ്ങളെക്കുറിച്ച് പരാതി പറഞ്ഞ് ഒരു ജോലിയും ചെയ്യാണ്ടിരിക്കുന്നത്. നമുക്ക് ഇഷ്ടപ്പെട്ട മേഖല ഇതാണ്, അവിടെ നമുക്ക് അവസരങ്ങളില്ല, അല്ലെങ്കിൽ ഞാനൊരു ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്നു, അവിടെ എനിക്ക് സാധ്യതകളില്ല എന്ന് പറഞ്ഞ് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്. ഞാൻ അവരെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് പറയുന്നതല്ല ഇത്. ഇങ്ങനെയുള്ള അവസരമില്ലായ്മയിൽ നിന്ന് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അവസരങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാതെ ഉള്ള സാധ്യതകളും പരമാവധി പ്രയോജനപ്പെടുത്തിയ ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഇതാരും എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും ഇന്നത്തെ അവസരങ്ങൾ ഇവരെല്ലാം മാക്സിമം പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് എന്ന്. ഇവരൊന്നും പരാതി പറയാതെ മാക്സിമം എങ്ങനെ ഈ അവസരം യൂസ് ചെയ്യാവോ അങ്ങനെ യൂസ് ചെയ്യുന്ന ആളുകളാണ്. ടീച്ചറാകാൻ ആഗ്രഹിച്ച് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ജോലി കിട്ടാതെ പിന്നീട് സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലും ഓൺലൈൻ, അതായത് സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഇതിൻ്റെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തി ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്ത്, അതായത് ഒരു ഫിക്സഡ് ഇൻകത്തേക്കാൾ കൂടുതൽ റവന്യൂ ഉണ്ടാക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ചുറ്റും തന്നെയുണ്ട്. അങ്ങനെ എത്രയെത്ര ഉദാഹരണങ്ങളാണ്. സിനിമയിൽ എത്തണമെന്ന് മോഹിച്ച് അതിന് വേണ്ടിയിട്ട് പല വാതിലുകളും മുട്ടാതെ സ്വന്തമായിട്ട് ചാനലുകളും അല്ലെങ്കിൽ കണ്ടൻറ്റും ക്രിയേറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയ വഴി തന്നെ ഉപയോഗിച്ച് പിന്നീട് സിനിമയിൽ എത്തപ്പെട്ട് അത് പ്രൊഫഷനാക്കിയ ആളുകൾ നമുക്ക് എല്ലാവർക്കും കാണാം. കാരണം നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളാണ്. ഒന്ന് ചുറ്റും കണ്ണോടിച്ചാൽ ഒരുപാട് ഉദാഹരണങ്ങൾ കാണാൻ പറ്റും. ഇപ്പോൾ ഷെയർ ട്രേഡിംഗ് കമ്പനികളിൽ വർക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യാതെ സ്വന്തമായിട്ട് ട്രേഡ് പഠിച്ച് ട്രേഡ് ചെയ്ത് ഇൻകം ഉണ്ടാക്കി അത് പ്രൊഫഷനാക്കി മാറ്റിയേക്കുന്ന ആളുകൾ. പിന്നെ അതുപോലെ തന്നെ മിൽമയെ ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളുകളെയൊക്കെ കൂടുതൽ നന്നായിട്ട് ശരിക്കും പറഞ്ഞാൽ 2-3 പശുക്കളെ വളർത്തി തുടങ്ങി അത് ഫാമായിട്ട് മാറ്റിയേക്കുന്ന ആളുകൾ നമുക്ക് കാണാൻ പറ്റും. നോക്കിയാൽ മതി, ഇതെല്ലാം ഉണ്ട് നമ്മുടെ ചുറ്റും. ഇനിയുണ്ട് പടർന്ന് പന്തലിച്ചിരിക്കുന്ന നമ്മുടെ മാധ്യമ ലോകം ഉണ്ടല്ലോ. അവിടുത്തെ കുറേ പടുകൂറ്റന്മാരുടെ ഇടയിലേക്ക് വന്നിറങ്ങിയേക്കുന്ന ചെറിയ ചെറിയ ചാനലുകളുണ്ട്. സോഷ്യൽ മീഡിയ ചാനലുമായിട്ട് വന്ന് നല്ല രീതിയിൽ ഡെവലപ്പായി വന്നേക്കുന്ന ഒരുപാട് ആളുകൾ ശ്രദ്ധിക്കുന്നതും ഒരുപാട് ആളുകൾ വിശ്വസിക്കുന്നതുമായിട്ടുള്ള ഒരുപാട് ചാനലുകളുമായിട്ട് വന്നിട്ടുള്ള ആളുകൾ. അപ്പോൾ നമ്മൾ നഷ്ടപ്പെട്ടു പോയ അവസരങ്ങളെക്കുറിച്ച് ഓർത്ത് പരിതപിക്കുമ്പം ഇത് എങ്ങനെയുള്ള അവസരം വിനിയോഗിക്കാമെന്ന് ചിന്തിക്കുന്ന ആളുകളും ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ. പിന്നെ ഞാനിതിൽ ആഡ് ചെയ്തേക്കുന്ന കുറച്ച് ഫോട്ടോസ് എന്ന് പറയുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് ചാനൽസിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടേക്കുന്നതാണ്. ഞാനിത് പറയാനുള്ള കാരണം ഇതൊന്നുമല്ല, എൻ്റെ ചുറ്റും ഞാൻ ഇതേപോലത്തെ ഒരുപാട് ഉദാഹരണങ്ങൾ കണ്ടിട്ടുള്ളതുകൊണ്ട് പറഞ്ഞേക്കുന്നു എന്ന് മാത്രം.